യുദ്ധഭൂമിയിലെ അദൃശ്യ കിരണങ്ങൾ മുതൽ വൻ ശക്തികളുടെ രഹസ്യ ആയുധ ഇടപാടുകൾ വരെ നീളുന്ന ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള നിർണായകമായ ഒരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നികുതി നയങ്ങളിലൂടെയും കോടതിയുമായുള്ള പോരാട്ടത്തിലൂടെയും ഒരു പുതിയ സുവർണ യുഗം പ്രഖ്യാപിക്കുമ്പോൾ, മറുവശത്ത് ഭാരതം ഇസ്രായേലുമായി കൈകോർത്ത് പ്രതിരോധ മേഖലയിൽ സമാനതകളില്ലാത്ത കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ്. ഇതിനിടയിൽ പാകിസ്ഥാനിലെ ആഭ്യന്തര കലഹങ്ങളും റഷ്യ-ഇറാൻ ബന്ധത്തിലെ രഹസ്യങ്ങളും ചേർന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ ഒരു ആവേശകരമായ സയൻസ് ഫിക്ഷൻ സിനിമയേക്കാൾ ഉദ്വേഗഭരിതമാക്കി മാറ്റുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയും അധികാര രാഷ്ട്രീയവും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ലോകം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. മിഡിൽ ഈസ്റ്റ് വീണ്ടും പുകയുകയാണ്. ഇത്തവണ കളി മാറുന്നത് റഷ്യയുടെ ഒരു രഹസ്യ നീക്കത്തിലൂടെയാണ്. അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനും റഷ്യയും തമ്മിലുള്ള ഒരു സീക്രട്ട് ആംസ് ഡീലിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലീക്കായ ഡോക്യുമെന്റ്സ് പ്രകാരം വെറും ഒരു ആയുധ കച്ചവടമല്ല ഇത്, മറിച്ച് അമേരിക്കൻ ആധിപത്യത്തിന് തടയിടാനുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ്. എന്താണ് ഈ ഡീലിലുള്ള വേർബ മിസൈലുകൾ? എങ്ങനെയാണ് ഇത് യുദ്ധഭൂമിയിൽ ഇറാന് മേൽക്കൈ നൽകുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്കറിയാം, 2025 നടന്ന 12 ദിവസത്തെ കനത്ത യുദ്ധത്തിൽ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് വലിയ ആഘാതമാണ് ഏറ്റത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മിസൈൽ ആക്രമണങ്ങളിൽ ഇറാന്റെ പല റേഡാർ സ്റ്റേഷനുകളും തകർക്കപ്പെട്ടിരുന്നു. ഈ ഒരു വീക്ക് പോയിന്റ് പരിഹരിക്കാനാണ് ഇറാൻ ഇപ്പോൾ റഷ്യയുടെ സഹായം തേടിയിരിക്കുന്നത്. ഏകദേശം 495 മില്യൺ യൂറോയുടെ വമ്പൻ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. അതായത് ഏകദേശം 500 ലോഞ്ച് യൂണിറ്റുകളും 2500 അത്യാധുനിക മിസൈലുകളും. ഇത് വെറും ഒരു പേപ്പർ കരാറല്ല. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം റഷ്യൻ ചരക്ക് വിമാനങ്ങൾ ഇതിനകം തന്നെ മാരകായുധങ്ങളുമായിട്ട് ഇറാനിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞു. ഇറാന്റെ വ്യോമ പ്രതിരോധം തകർന്ന പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഈ കരാറിന്റെ പ്രാധാന്യം വ്യക്തമാകും. 2025 സംഘർഷത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശക്തമായ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ റേഡാർ സംവിധാനങ്ങളെയും മിസൈൽ കേന്ദ്രങ്ങളെയും കാര്യമായി തകർത്തിരുന്നു. ആകാശത്ത് ശത്രുക്കൾക്ക് മേൽക്കൈ ലഭിച്ച ആ സാഹചര്യം ഇറാന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആകാശസീമ സംരക്ഷിക്കാൻ കൂടുതൽ മൊബൈലായതും പെട്ടെന്ന് വിന്യസിക്കാവുന്നതുമായ പ്രതിരോധ സംവിധാനങ്ങൾ അവർക്ക് അനിവാര്യമായിരുന്നു. ഇനി നമുക്ക് സാങ്കേതികമായി നോക്കാം. ഇവിടെയാണ് റഷ്യയുടെ വെർബ മിസൈലുകൾ പ്രസക്തമാകുന്നത്. എന്തുകൊണ്ടാണ് ഈ വെർബ മിസൈലുകൾ ഇത്ര ഡേഞ്ചറസ് ആകുന്നത്? ഇതൊരു മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം അഥവാ മാൻ പാഡ്സ് ആണ്. അതായത് ഒരാൾക്ക് തന്റെ തോളിൽ വെച്ച് തന്നെ ഇത് ഫയർ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ 3 ചാനൽ ഒപ്റ്റിക്കൽ സീക്കർ ആണ്. സാധാരണ മിസൈലുകളെ കബളിപ്പിക്കാൻ വിമാനങ്ങൾ ഫ്ലെയർസ് അഥവാ കൃത്രിമമായ താപസ്രോതസ്സുകൾ പുറപ്പെടുവിക്കാറുണ്ട്. ശത്രു വിമാനങ്ങൾ തൊടുത്തുവിടുന്ന ഇതുപോലത്തെ തെറ്റായ താപസ്രോതസ്സുകളെ തിരിച്ചറിയാനും അവയെ അവഗണിച്ച് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് കുതിക്കാനും ഇവയ്ക്ക്, അതായത് ഈ വെർബയ്ക്ക് സാധിക്കും. ശത്രു വിമാനത്തിന്റെ യഥാർത്ഥ ഹീറ്റ് സിഗ്നേച്ചർ തിരിച്ചറിഞ്ഞ് കൃത്യമായ ലക്ഷ്യത്തിലെത്താൻ ഇതിന് സാധിക്കുമെന്ന് ചുരുക്കം. 6.5 കിലോമീറ്റർ ദൂരപരിധിയും 4.5 കിലോമീറ്റർ ഉയരവും ഇതിന്റെ പരിധിയിൽ വരും. ഇതിനോടൊപ്പം കിട്ടുന്ന മൗഗ്ലി 2 നൈറ്റ് വിഷൻ ഗ്ലാസുകൾ കൂടി ചേരുമ്പോൾ ഇരുട്ടിലും ഇറാന്റെ സൈന്യം അതീവ ശക്തരാകും. ഇത് ഇറാനിയൻ സൈനികർക്ക് ഇരുട്ടിലും ശത്രു വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ഡ്രോണുകളെയും പിന്തുടരാനുള്ള കരുത്ത് നൽകുന്നു. അമേരിക്കൻ നിർമ്മിത സ്റ്റിംഗർ മിസൈലുകളുമായി താരതമ്യം ചെയ്യാവുന്ന ഈ റഷ്യൻ വിദ്യ യുദ്ധഭൂമിയിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ പ്രാപ്തിയുള്ളതാണ്. പ്രത്യേകിച്ച് താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും വെർബ വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തലവേദന തന്നെയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ നേവി മിഡിൽ ഈസ്റ്റിൽ ക്യാമ്പ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ കയ്യിലുള്ള ഇത്തരം ആയുധങ്ങൾ സൈനിക നീക്കങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. F-35 പോലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളെ വെർബ നേരിട്ട് തകർക്കുമെന്ന് പറയാനാവില്ലെങ്കിലും താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്ററുകൾക്കും ഡ്രോണുകൾക്കും ഇത് വലിയ ഭീഷണിയാണ്. ഉദാഹരണത്തിന്, വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടാൻ നടത്തിയതുപോലെയുള്ള ഹെലികോപ്റ്റർ കേന്ദ്രീകൃതമായ പ്രത്യേക ഓപ്പറേഷനുകൾ ഇറാനിൽ നടത്താൻ അമേരിക്ക ശ്രമിച്ചാൽ ഈ മിസൈലുകൾ ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ പ്രാപ്തമാണ്. ഒളിഞ്ഞിരുന്നുകൊണ്ട് ആക്രമിക്കാൻ സാധിക്കുന്ന ഇത്തരം ലളിതമായ ആയുധങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സൈന്യത്തെ പോലും പ്രതിസന്ധിയിലാക്കാൻ പര്യാപ്തമാണെന്ന് ചരിത്രം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ വഴി ഇറാന്റെ ഉള്ളിലേക്ക് കടന്നു കയറാൻ അമേരിക്ക ശ്രമിച്ചാൽ എവിടെ നിന്നാണ് മിസൈൽ വരുന്നതെന്ന് പോലും അറിയാതെ അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാം. വിയറ്റ്നാം യുദ്ധത്തിലൊക്കെ കണ്ടതുപോലെ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വലിയ സൈന്യത്തെ പ്രതിരോധിക്കാൻ അസിമെട്രിക്കൽ വാർഫെയർ ആണ് ഇറാൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ഈ ഇടപാട് വെറും ഒരു ആയുധ കച്ചവടമല്ല, ഇത് ലോക രാഷ്ട്രീയത്തിലെ പുതിയൊരു പവർ ഷിഫ്റ്റ് ആണ്. അമേരിക്കൻ ഉപരോധങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് റഷ്യയും ഇറാനും തമ്മിലുള്ള ഒരു സ്ട്രാറ്റജിക് അലയൻസ് ആണ്
വരും ദിവസങ്ങളിൽ ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്നത്. റഷ്യൻ IL-76 വിമാനങ്ങളുടെ രഹസ്യ യാത്രകളും 6 Mi-28 അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ഇറാൻ സ്വീകരിച്ചതും ഇതിന്റെ തെളിവ് തന്നെയാണ്. റഷ്യയുമായുള്ള സൈനിക കരാറുകൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഇറാന്റെ മോസ്കോയിലെ അംബാസിഡർ കാസിം ജലാലി വ്യക്തമാക്കിയത് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ നോക്കിയാൽ ഞങ്ങൾ ഒരുമിക്കും എന്ന സന്ദേശമാണ് മോസ്കോയും തെഹ്റാനും നൽകുന്നത്. അതായത് തങ്ങളുടെ വ്യോമാതിർത്തി സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഇറാന്റെ പ്രഖ്യാപനം കൂടിയാണിത്. ഈ ആയുധ ഇടപാട് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ ചേരിതിരിവുകളുടെ പ്രതീകമാണ്. പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ ഒരു സഹകരണം വരും കാലങ്ങളിൽ കൂടുതൽ ദൃഢമാകും എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ തുടരുന്ന ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇറാൻ സ്വയം പ്രതിരോധത്തിനായി ഇത്തരം മാർഗങ്ങൾ തേടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ ആയുധ മത്സരത്തിന് തുടക്കമിടുമോ എന്ന ആശങ്കയും ശക്തമാണ്. കൂടുതൽ ശക്തി ആർജിച്ച ഇറാന്റെ വ്യോമ പ്രതിരോധം മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തിന് വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ല. മൊത്തത്തിൽ നോക്കിയാൽ റഷ്യൻ നിർമ്മിത വെർബ മിസൈലുകൾ ഇറാന്റെ സൈനിക ശേഷിയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ഹ്രസ്വദൂര പ്രതിരോധ സംവിധാനങ്ങളിലൊന്ന് തങ്ങളുടെ സൈന്യത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ അമേരിക്കൻ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. സൈനിക തന്ത്രങ്ങൾക്കും അപ്പുറം വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടി ഈ ഒരു ആയുധ കരാർ നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളെ റഷ്യയുടെ പിന്തുണയോടെ നേരിടുമെന്ന ഇറാന്റെ നിലപാട് ഈ സംഭവ വികാസങ്ങളിലൂടെ കൂടുതൽ വ്യക്തമാകുന്നു. വരും ദിവസങ്ങളിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മിഡിൽ ഈസ്റ്റിന്റെ സമാധാനം. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിലെ പവർ ബാലൻസ് മാറ്റിമറിക്കാൻ ഈ റഷ്യൻ മിസൈലുകൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയുടെ പുതിയ നീക്കങ്ങൾ എന്തായിരിക്കും? ഇസ്രായേൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. എന്തായാലും ലോകം മറ്റൊരു യുദ്ധത്തിന്റെ വക്കിലാണോ എന്ന് തോന്നിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്നതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വന്തം ജനതയെ കൊന്നൊടുക്കിയും അയൽരാജ്യമായ ഇന്ത്യയുമായി ഒപ്പുവെച്ച കരാറുകൾ ലംഘിച്ചും ശീലിച്ച ഒരു ഭരണകൂടത്തിന് എപ്പോഴെങ്കിലും സമാധാനമായി ഉറങ്ങാൻ കഴിയുമോ? പ്രമുഖ പാകിസ്ഥാനി ജേർണലിസ്റ്റ് മുയീദ് പീർസാദ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ്. 1971 യുദ്ധം മുതൽ ഇമ്രാൻഖാന്റെ ഇന്നത്തെ അവസ്ഥ വരെ നീളുന്ന ആ വഞ്ചനയുടെ കഥ നമുക്ക് പരിശോധിക്കാം. 1971 യുദ്ധാനന്തരം പാകിസ്ഥാൻ ഇന്ത്യയെ എങ്ങനെയൊക്കെ ചതിച്ചുവെന്നും സ്വന്തം സൈനിക സംവിധാനം രാജ്യത്തെ എങ്ങനെയാണ് അഗാധമായ ഗർത്തത്തിലേക്ക് തള്ളിയിടുന്നത് എന്നും അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഒരു പാകിസ്ഥാനി പൗരനിൽ നിന്നും, പ്രത്യേകിച്ച് പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്നും ഇത്തരം ഒരു തുറന്നു പറച്ചിൽ ഉണ്ടാകുന്നത് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒന്നാണ്. നമുക്കറിയാം, 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ അപ്പാടെ പരാജയപ്പെട്ടിരുന്നു. അന്ന് ഇന്ത്യയുടെ തടവിലുണ്ടായിരുന്ന 93,000 പാക് സൈനികരെ തിരികെ വിട്ടയച്ചത് ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. കശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കൂ എന്ന് അന്ന് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ മുയീദ് പീർസാദ പറയുന്നതനുസരിച്ച് ആ സൈനികരെ തിരികെ കിട്ടിയ നിമിഷം മുതൽ പാകിസ്ഥാൻ ആ കരാർ ലംഘിച്ചു തുടങ്ങിയെന്നാണ്. യുദ്ധാനന്തരം ഒപ്പുവെച്ച ഷിംല കരാറിലെ പ്രധാന വ്യവസ്ഥ കശ്മീർ ഉൾപ്പെടെയുള്ള എല്ലാ ഉഭയകക്ഷി തർക്കങ്ങളും മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നതായിരുന്നു. എന്നാൽ മുയീദ് പീർസാദ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തങ്ങളുടെ സൈനികരെ തിരികെ ലഭിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ ഈ ഉറപ്പുകളെല്ലാം കാറ്റിൽ പറത്തി. ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനമാണ് പാകിസ്ഥാൻ സ്വീകരിച്ചതെന്ന് ഒരു പാക് പൗരൻ തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച പാകിസ്ഥാനിന്റെ ഇരട്ടത്താപ്പ് ഇന്ന് അവർക്ക് തന്നെ വിനയായിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന സാമ്പത്തിക തകർച്ചയുടെ പ്രധാന കാരണം അവിടുത്തെ പഞ്ചാബ് കേന്ദ്രീകൃതമായ സൈനിക നേതൃത്വമാണെന്ന് പീർസാദ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് പഞ്ചാബ് കേന്ദ്രീകൃതമായ ആർമി നേതൃത്വമാണെന്ന് പീർസാദ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. 1971 കിഴക്കൻ പാകിസ്ഥാനിൽ, ഇന്നത്തെ ബംഗ്ലാദേശിൽ ബംഗാളി ജനതയ്ക്ക് നേരെ നടന്ന കൂട്ടക്കൊലകൾ ഇതിന്റെ ആദ്യത്തെ കറുത്ത അധ്യായമായിരുന്നു. ഇനി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്താനും ജനാധിപത്യത്തെ നശിപ്പിക്കാനുമാണ് പാക് സൈന്യം എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. സുൽഫിക്കർ അലി ഭൂട്ടോയെ തൂക്കിലേറ്റിയത് മുതൽ ഇന്നത്തെ രാഷ്ട്രീയ അട്ടിമറികൾ വരെ ഇതിന്റെ തെളിവാണ്. ഓരോ കാലഘട്ടത്തിലും ജനകീയരായ നേതാക്കളെ അടിച്ചമർത്താനും തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ ഇല്ലാതെയാക്കാനും പാകിസ്ഥാൻ സൈന്യം സ്വീകരിച്ചിട്ടുള്ള കിരാതമായ നടപടികൾ പീർസാദ വിശദീകരിച്ചു. സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്ന ഒരു സൈന്യത്തിന് എങ്ങനെ ഒരു രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന പീർസാദയുടെ ചോദ്യം ഇന്ന് ഓരോ പാകിസ്ഥാനിയും സ്വയം ചോദിക്കേണ്ടതാണ്.
ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു വ്യവസ്ഥിതി എങ്ങനെയാണ് തകർച്ചയിലേക്ക് നീങ്ങുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പാകിസ്ഥാൻ. ഈ ചർച്ചകൾക്ക് ഇപ്പോൾ ഇത്രയും ചൂടുപിടിക്കാൻ കാരണം മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതിയാണ്. അഴിമതി ആരോപണങ്ങളിൽ കുടുക്കി തടവിലാക്കപ്പെട്ട ഇമ്രാൻഖാന്റെ കാഴ്ചശക്തി ജയിലിനുള്ളിലെ പീഡനങ്ങൾ കാരണം ഗണ്യമായി കുറഞ്ഞുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചയുടെ 15% മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ എന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ നീതിന്യായ വ്യവസ്ഥയെയും സൈനിക ഇടപെടലുകളെയും സംശയനിഴലിലാക്കുന്നു. ഇത് കേവലം ഒരു തടവ് ശിക്ഷയല്ല, മറിച്ച് സൈന്യത്തിന് വഴങ്ങാത്ത ഒരു നേതാവിനെ സാവധാനം ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണെന്ന് പീർസാദ ഭയപ്പെടുന്നു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഇതിൽ ഇടപെടണമെന്നും ഒരു ഇന്റർനാഷണൽ മെഡിക്കൽ ടീം ഇമ്രാൻഖാനെ പരിശോധിക്കണമെന്നുമാണ് പീർസാദ ആവശ്യപ്പെടുന്നത്. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ വാതിലുകൾ മുട്ടി ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ ഒരു അന്താരാഷ്ട്ര ഡോക്ടർമാരുടെ സംഘത്തെ ആവശ്യപ്പെടണമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അധികാരത്തിന് വേണ്ടി ആരെയും ഇല്ലാതെയാക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ സ്വഭാവം ഇമ്രാൻഖാന്റെ കാര്യത്തിലും ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. പാകിസ്ഥാൻ സൈന്യം തങ്ങൾക്ക് ആവശ്യമില്ലാത്ത നേതാക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഇരയാണ് ഇമ്രാൻഖാൻ. ഇനി ക്രെഡിബിലിറ്റി അഥവാ വിശ്വാസ്യതയില്ലാത്ത ഒരു രാജ്യത്തെ എങ്ങനെ ലോകം വിശ്വസിക്കും? ഒരു രാജ്യം അതിന്റെ അയൽ രാജ്യങ്ങളുമായും ലോക രാജ്യങ്ങളുമായും പുലർത്തേണ്ട വിശ്വാസ്യത തകരുമ്പോൾ അത് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഇന്ത്യയുമായി സമാധാനം പറയുകയും ഉള്ളിൽ തീവ്രവാദത്തെ വളർത്തുകയും ചെയ്യുന്ന പാകിസ്ഥാൻ നയമാണ് അവരെ ഇന്ന് ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തിയത്. അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്താത്തതാണ് പാകിസ്ഥാന്റെ ഇന്നത്തെ ഗതികേടിന് കാരണം. 1971 ഇന്ത്യയോട് കാണിച്ച വഞ്ചന, അതായത് ഷിംല കരാറിലെ വഞ്ചന മുതൽ കാർഗിൽ യുദ്ധം വരെ നീളുന്ന ആ കറുത്ത ചരിത്രം പാകിസ്ഥാന്റെ വിദേശ നയത്തെ അവിശ്വസനീയമാക്കി മാറ്റിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന ഒറ്റപ്പെടലിന് കാരണം ഇത്തരം ഇരട്ട താപ്പുകളാണെന്ന് പീർസാദ വിലയിരുത്തുന്നു. ഇന്ത്യയുമായി സമാധാനത്തിന്റെ പാത സ്വീകരിക്കുമെന്ന് പുറം ലോകത്തോട് പറയുമ്പോഴും ഉള്ളിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും കരാറുകൾ ലംഘിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ രീതിയെ അദ്ദേഹം അപലപിക്കുന്നു. സത്യം വിളിച്ചു പറയാൻ സ്വന്തം നാട്ടിലെ മാധ്യമ പ്രവർത്തകർ പോലും മടിക്കുമ്പോൾ വിദേശത്തിരുന്ന് മുയീദ് പീർസാദ നടത്തുന്ന ഈ വെളിപ്പെടുത്തലുകൾ പാകിസ്ഥാന്റെ മുഖംമൂടി അഴിച്ചു മാറ്റുകയാണ്. ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും സമാധാനപരമായ ഒരു ദക്ഷിണേഷ്യ കെട്ടിപ്പടുക്കുന്നതിനും പാകിസ്ഥാൻ ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ സൈനിക കേന്ദ്രീകൃതമായ ഭരണരീതി ഉപേക്ഷിക്കുക എന്നതാണെന്ന് ഈ ലേഖനം അടിവരയിടുന്നു. സ്വന്തം ജനതയെ അടിച്ചമർത്തുകയും അയൽ രാജ്യങ്ങളെ ചതിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന് ദീർഘകാലം നിലനിൽക്കാനാവില്ല. ചരിത്രപരമായ തെറ്റുകൾ തിരുത്താനും ഇന്ത്യയുമായി ഒപ്പുവെച്ച കരാറുകളോട് ആത്മാർത്ഥത കാണിക്കാനും പാകിസ്ഥാൻ തയ്യാറാകണം. ചുരുക്കത്തിൽ മുയീദ് പീർസാദയെ പോലെയുള്ളവർ സത്യം വിളിച്ചു പറയുന്നത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു ചിന്താ വിപ്ലവത്തിന് കാരണമായേക്കാം. കാരണം സമാധാനം എന്നത് കേവലം കടലാസിലല്ല, ഒപ്പുകളല്ല, മറിച്ച് പരസ്പര വിശ്വാസത്തിന്റെയും അതുപോലെ ആദരവിന്റെയും പ്രകടനം തന്നെയാണ്. ലോകം ഉറ്റുനോക്കുന്നത് പാകിസ്ഥാൻ എന്നെങ്കിലും ഈ സത്യം തിരിച്ചറിയുമോ എന്നാണ്. സൈന്യം ഭരിക്കുന്ന ഒരു വ്യവസ്ഥയിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് പാകിസ്ഥാൻ മടങ്ങി വരാതെ ആ രാജ്യത്തിന് രക്ഷയില്ല. ഇന്ത്യയോട് കാണിച്ച വഞ്ചനകൾക്ക് കാലം നൽകുന്ന മറുപടിയാണ് ഈ രാജ്യം അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധിയും. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ട്രംപ് യുഗം വീണ്ടും ശക്തി പ്രാപിക്കുമ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് 2026 സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിലെ ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങളെക്കുറിച്ചാണ്. സാധാരണ ഒരു പ്രസംഗം എന്നതിലുപരി അമേരിക്കയുടെയും ലോകത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്ന വലിയ പ്രഖ്യാപനങ്ങളാണ് ഇത്തവണത്തെ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ അഡ്രസ്സിൽ ട്രംപ് നടത്തിയിരിക്കുന്നത്. ചരിത്രം തിരുത്തിക്കുറിക്കാൻ 108 മിനിറ്റുകൾ. ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു. വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റോൾ ഹില്ലിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് മുഴക്കിയ ആ വാക്കുകൾ വെറും ഒരു പ്രസംഗമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിന്റെ വിളംബരമായിരുന്നു. അമേരിക്കൻ സുപ്രീം കോടതിയോട് പരസ്യമായി കൊമ്പുകോർത്തും ഇറാന് കടുത്ത താക്കീത് നൽകിയും സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചും ട്രംപ് തന്റെ സുവർണ യുഗത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ട്രംപിന്റെ ഈ മാരത്തൺ പ്രസംഗത്തെക്കുറിച്ച് തന്നെയാണ്. എന്തൊക്കെയായിരുന്നു ആ പ്രസംഗത്തിലെ പ്രധാന പോയിന്റുകൾ? ട്രംപിന്റെ ഈ നീക്കങ്ങൾ ഇന്ത്യയെയും ലോകത്തെയും എങ്ങനെ ബാധിക്കും നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു സാധാരണ സ്പീച്ച് ആയിരുന്നില്ല. ഏകദേശം 108 മിനിറ്റ്, അതായത് 1 മണിക്കൂറും 48 മിനിറ്റും നീണ്ടുനിന്ന ഈ പ്രസംഗം അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗമായി മാറിയിരിക്കുകയാണ്. പഴയ റെക്കോർഡുകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ട്രംപ് തന്റെ വിന്റേജ് സ്റ്റൈലിൽ കളം നിറഞ്ഞു. ഗോൾഡൻ ഏജ് ഓഫ് അമേരിക്ക, അമേരിക്കയുടെ സുവർണ കാലഘട്ടം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം രാജ്യത്തോട് പ്രഖ്യാപിച്ചത്. സാമ്പത്തിക കാര്യങ്ങളിൽ ട്രംപ് വളരെ അഗ്രസീവായ നിലപാടാണ് സ്വീകരിച്ചത്, പ്രത്യേകിച്ച് താരിഫുകളുടെ കാര്യത്തിൽ. അടുത്തിടെ അമേരിക്കൻ സുപ്രീം കോടതി ട്രംപിന്റെ ചില താരിഫ് നിയമങ്ങൾ റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇതിനെതിരെ പ്രസംഗത്തിൽ അദ്ദേഹം ആഞ്ഞടിച്ചു.
കോടതി വിധി തിരിച്ചടിയാണെങ്കിലും ഇറക്കുമതി തീരുവകൾ നടപ്പിലാക്കാൻ താൻ ഓൾട്ടർനേറ്റീവ് ലോസ് ഉപയോഗിക്കുമെന്നും അതിനായി കോൺഗ്രസിന്റെ അനുവാദം പോലും കാത്തു നിൽക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാനാണ് ഈ നീക്കമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. വിദേശ നയത്തിന്റെ കാര്യത്തിലും ട്രംപ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇറാനെതിരെ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ല എന്ന വാക്ക് കേൾക്കുന്നതുവരെ സമ്മർദ്ദം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആവശ്യമെങ്കിൽ സൈനിക നടപടി പോലും ഉണ്ടാകാമെന്നും സൂചനയും നൽകിയിട്ടുണ്ട്. അതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ തന്റെ ഭരണകൂടം കഠിനമായി പരിശ്രമിക്കുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. മാസത്തിൽ 25,000 സൈനികർ കൊല്ലപ്പെടുന്ന ഈ ഒരു യുദ്ധം താൻ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഉണ്ടാകില്ലായിരുന്നു എന്ന പതിവ് പല്ലവി അദ്ദേഹം ഇത്തവണയും ആവർത്തിച്ചു. പ്രസംഗത്തിനിടെ സഭയ്ക്കുള്ളിൽ വലിയ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ട്രംപ് റിപ്പബ്ലിക്കന്മാരുടെ കൈയടി നേടുമ്പോൾ ഡെമോക്രാറ്റുകൾ നിശബ്ദരായി ഇരുന്ന് പ്രതിഷേധിച്ചു. ചിലർ പ്ലക്കാർഡുകൾ ഉയർത്തി കാണിക്കുകയും ചിലർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതൊരു തെരഞ്ഞെടുപ്പ് റാലി പോലെയാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. എന്നാൽ ട്രംപ് ഇതൊന്നും കാര്യമാക്കാതെ തന്റെ പ്രസംഗം തുടർന്നു. പ്രസംഗം കേവലം രാഷ്ട്രീയത്തിൽ ഒതുങ്ങിയില്ല. ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ അമേരിക്കൻ ഹോക്കി ടീമിനെ അദ്ദേഹം സദസ്സിൽ പരിചയപ്പെടുത്തി. കൂടാതെ പല സൈനികർക്കും മെഡൽ ഓഫ് ഓണർ പോലുള്ള ഉന്നത ബഹുമതികൾ പ്രസംഗത്തിനിടെ അദ്ദേഹം സമ്മാനിച്ചു. ഇത് സഭയിൽ ആവേശകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ലോകം പഴയതുപോലെയല്ല. ഡൊണാൾഡ് ട്രംപിന്റെ ഈ 108 മിനിറ്റ് നീണ്ട പ്രസംഗം വെറുമൊരു വാക്കുകളുടെ കസർത്തല്ലായിരുന്നു, മറിച്ച് വരാനിരിക്കുന്ന ഒരു അമേരിക്കൻ കൊടുങ്കാറ്റിന്റെ സൂചന തന്നെയാണ്. കോടതികളെ വെല്ലുവിളിച്ചും അയൽരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയും ട്രംപ് തന്റെ രണ്ടാം വരവ് അതിശക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിട്ടുവീഴ്ചയില്ലാത്ത ഭരണവും കടുത്ത വിദേശ നയങ്ങളും വരും വർഷങ്ങളിൽ അമേരിക്കയിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇത്രയും നീണ്ട പ്രസംഗം വോട്ടർമാരെ എത്രത്തോളം സ്വാധീനിക്കുമെന്നത് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയണം. അതുപോലെ ഈ ഒരു സുവർണ യുഗം അമേരിക്കയ്ക്ക് മാത്രമുള്ളതാണോ അതോ ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കമാണോ? താരിഫുകൾ ഉയർത്തുന്നതും ഉപരോധങ്ങൾ കടുപ്പിക്കുന്നതും ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആധുനിക യുദ്ധക്കളങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന US സൈന്യത്തിന്റെ അതിമാരകമായ അദൃശ്യ ആയുധത്തെക്കുറിച്ചാണ് ഇനി. ഇന്നത്തെ യുദ്ധക്കളങ്ങളിൽ ഏറ്റവും വലിയ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വമ്പൻ ടാങ്കുകളോ ഫൈറ്റർ ജെറ്റുകളോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ കൺമുന്നിൽ വട്ടമിട്ട് പറക്കുന്ന ചെറിയ ഡ്രോണുകളാണ്. വെറും 1000 രൂപയുടെ ഡ്രോൺ ഉപയോഗിച്ച് കോടികൾ വിലയുള്ള യുദ്ധവിമാനങ്ങളെ തകർക്കുന്ന കാഴ്ച നമ്മൾ യുക്രൈനിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ കണ്ടതാണ്. എന്നാൽ ഈ ഡ്രോൺ ഭീഷണിക്ക് ഒരു അന്ത്യം കുറിക്കാൻ പോവുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി. വെടിയുണ്ടകളോ മിസൈലുകളോ ഇല്ലാതെ അദൃശ്യമായ തരംഗങ്ങൾ കൊണ്ട് ഡ്രോണുകളെ കരിച്ചു കളയുന്ന ഒരു പുതിയ ഡ്രോൺ കില്ലർ ആയുധം അമേരിക്ക വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു. എന്താണ് ഈ ഇൻവിസിബിൾ വെപ്പൺ? ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയൊക്കെയാണ് നോക്കാം. നമുക്കറിയാം, പണ്ട് യുദ്ധം എന്നാൽ സൈനികർ മുഖാമുഖം നിൽക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഇന്ന് കളി മാറി. സൂയിസൈഡ് ഡ്രോൺസ് അഥവാ ആത്മഹത്യാ ഡ്രോണുകൾ ഇന്ന് സൈന്യങ്ങൾക്ക് വലിയ തലവേദനയാണ്. ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഈ ചെറിയ ഡ്രോണുകളെ വെടിവെച്ചിടുന്നത് സാമ്പത്തികമായി വലിയ നഷ്ടമാണ്. അതായത് ഒരു കുഞ്ഞു കൊതുകിനെ കൊല്ലാൻ തോക്ക് ഉപയോഗിക്കുന്ന പോലെയാണിത്. ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനാണ് അമേരിക്കൻ സൈന്യം ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് അഥവാ ഊർജ്ജ അധിഷ്ഠിത ആയുധങ്ങളിലേക്ക് തിരിഞ്ഞത്. നമ്മുടെ വീട്ടിലെ മൈക്രോവേവ് അവന്റെ പ്രവർത്തനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേ ടെക്നോളജിയുടെ അതിശക്തമായ ഒരു രൂപമാണ് ഈ പുതിയ ആയുധം. ഇതിനെ HPM ഹൈ പവർ മൈക്രോവേവ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഈ ഉപകരണം പുറത്തുവിടുന്ന അതീവ ശക്തിയേറിയ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ വായുവിലൂടെ സഞ്ചരിച്ച് ഡ്രോണുകളുടെ സർക്യൂട്ടുകളെ നിമിഷ നേരം കൊണ്ട് കരിച്ചു കളയും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരേ സമയം ഒരു ഡ്രോൺ സ്വോം, അതായത് ഒരു കൂട്ടം ഡ്രോണുകളെ അല്ലെങ്കിൽ കൂട്ടത്തോടെ വരുന്ന ഡ്രോണുകളെ മുഴുവനായി നേരിടാൻ പ്രാപ്തമാണ് എന്നതാണ്. വെടിയുണ്ടയാണെങ്കിൽ ലക്ഷ്യം തെറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ മൈക്രോവേവ് തരംഗങ്ങൾ ഒരു നിശ്ചിത വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട് ആ പരിധിയിൽ വരുന്ന സകല ഡ്രോണുകളും താഴെ വീഴും. അതും ശബ്ദമില്ലാതെ ആർക്കും കാണാൻ പോലും കഴിയാത്ത രീതിയിലായിരിക്കും. അമേരിക്കൻ സൈന്യത്തിന് ഈ ആയുധത്തോടുള്ള താല്പര്യത്തിന് പിന്നിലെ പ്രധാന കാരണം ഇതിന്റെ കുറഞ്ഞ ചിലവാണ്. ഓരോ തവണ മിസൈൽ വിക്ഷേപിക്കുമ്പോഴും കോടികളാണ് ചിലവാകുന്നത്. എന്നാൽ മൈക്രോവേവ് ആയുധങ്ങൾക്ക് വൈദ്യുതി മാത്രമാണ് ആവശ്യം. കൃത്യമായ പവർ സപ്ലൈ ഉണ്ടെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. സൈനിക താവളങ്ങൾക്ക് ചുറ്റും ഒരു ഇൻവിസിബിൾ ഷീൽഡ് അല്ലെങ്കിൽ അദൃശ്യ കവചം തീർക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് US ആർമി ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ സാങ്കേതിക വിദ്യയും പോലെ ഇതിനും ചില വെല്ലുവിളികളുണ്ട്. പ്രധാനമായും ഇതിന്റെ റേഞ്ചാണ്. മിസൈലുകളെ പോലെ കിലോമീറ്ററുകളോളം ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇതിന് ഇപ്പോഴും പരിമിതികളുണ്ട്. കൂടാതെ മോശം കാലാവസ്ഥയിൽ തരംഗങ്ങളുടെ തീവ്രത കുറയാനും സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാൻ US സൈന്യം ഇപ്പോൾ ഒരു ലെയർ ഡിഫൻസ് പ്ലാൻ ചെയ്യുകയാണ്. അതായത് ദൂരെയുള്ള ഡ്രോണുകളെ തകർക്കാൻ ലേസർ ആയുധങ്ങളും അടുത്തേക്ക് വരുന്ന ഡ്രോൺ കൂട്ടങ്ങളെയൊക്കെ നേരിടാനായിട്ട് മൈക്രോവേവ് സിസ്റ്റവും ഉപയോഗിക്കുക. ചുരുക്കത്തിൽ ഡ്രോണുകൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും ബാക്കിയുണ്ടാവില്ല.
ഭാവിയിലെ യുദ്ധങ്ങൾ റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും തമ്മിലുള്ളതാകുമെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത്തരമൊരു യുദ്ധക്കളത്തിൽ ഈ അദൃശ്യ കിരണങ്ങളായിരിക്കും നിർണായക ശക്തി. വിമാനത്താവളങ്ങൾക്കും തന്ത്രപ്രധാനമായ കെട്ടിടങ്ങൾക്കും ഭീഷണിയാകുന്ന ഡ്രോണുകളെ സിവിലിയൻ മേഖലകളിൽ പോലും അപകടമില്ലാതെ താഴെ ഇറക്കാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കും. US സൈന്യം ഈ സിസ്റ്റം വാഹനങ്ങളിലും കപ്പലുകളിലും ഘടിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ കൂടി ഇപ്പോൾ വേഗത്തിലാക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കണ്ടതും കേട്ടതും വെറും ഒരു ആയുധ പരീക്ഷണമല്ല, മറിച്ച് യുദ്ധചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം തന്നെയാണ്. കല്ലും വില്ലും ഉപയോഗിച്ച് തുടങ്ങിയ മനുഷ്യൻ ഇന്ന് അദൃശ്യമായ തരംഗങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. ഡ്രോണുകൾ സൃഷ്ടിച്ച വെല്ലുവിളിക്ക് അമേരിക്കൻ സൈന്യം നൽകുന്ന ഈ മറുപടി വരും കാലങ്ങളിൽ മറ്റ് ലോകശക്തികളും പിന്തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാലത്ത് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന റേ ഗണ്ണുകൾ ഇപ്പോൾ യുദ്ധകളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. യന്ത്രങ്ങൾ മനുഷ്യനേക്കാൾ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഭാവിയിലെ യുദ്ധകളങ്ങളിൽ ഇത്തരം ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് ആയിരിക്കും നമ്മുടെ സുരക്ഷാ കവചം. പക്ഷെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. സാങ്കേതിക വിദ്യ ഇത്രത്തോളം മാരകമാകുമ്പോൾ ലോകം കൂടുതൽ സുരക്ഷിതമാവുകയാണോ അതോ മറ്റൊരു വലിയ ഭീഷണിയിലേക്കാണോ നാം നീങ്ങുന്നത്? ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ വീണ്ടും ഒരു വലിയ വിപ്ലവത്തിന് തുടക്കമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം ചർച്ചയാവുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ അലയൊലികൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഹൈ പ്രൊഫൈൽ സന്ദർശനമാണിത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ സന്ദർശനം വെറും ഒരു ഡിപ്ലോമാറ്റിക് മീറ്റിംഗ് മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ സൈനിക സാമ്പത്തിക ശക്തിയെ വർദ്ധിപ്പിക്കാനുള്ള ഒരു വമ്പൻ തന്ത്രമാണ്. ഇസ്രായേലിലെ ടെലവീവിൽ എത്തുമ്പോൾ മോദിയെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ഈ ഡീൽ കൊണ്ട് ഇന്ത്യക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പ്രതിരോധം മുതൽ വ്യാപാരം വരെ നീളുന്ന ഈ നിർണായക യാത്രയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ നെടും തൂണ് ഡിഫൻസ് തന്നെയാണ്. റഷ്യയെ പോലെ തന്നെ ഇന്ത്യയുടെ വിശ്വസ്തനായ ഒരു ഡിഫൻസ് പാർട്ട്ണറാണ് ഇസ്രായേൽ. ഈ സന്ദർശനത്തിൽ ബാരക് 8 മിസൈൽ സിസ്റ്റം, സ്പൈഡർ എയർ ഡിഫൻസ് സിസ്റ്റം എന്നിവയുടെ അപ്ഗ്രഡേഷനെ കുറിച്ച് നിർണായക ചർച്ചകൾ നടക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഡ്രോൺ വിരുദ്ധ സാങ്കേതിക വിദ്യകളിൽ ഇസ്രായേൽ ലോക നേതാക്കളാണ്. അവരുടെ വിഖ്യാതമായ അയൺ ഡോം സാങ്കേതിക വിദ്യയുടെ ചില ഘടകങ്ങൾ ഇന്ത്യക്ക് നൽകുന്നതിനെ കുറിച്ച് മോദിയും നെതന്യാഹുവും സംസാരിച്ചേക്കാം. ആധുനിക ഡ്രോണുകളെ നേരിടാൻ ഇസ്രായേലിന്റെ സഹായം ലഭിക്കുന്നത് നമ്മുടെ അതിർത്തി സുരക്ഷയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. പ്രതിരോധം കഴിഞ്ഞാൽ അടുത്ത പ്രധാന വിഷയമെന്ന് പറയുന്നത് ട്രേഡാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സംബന്ധിച്ച് വർഷങ്ങളായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ സന്ദർശനത്തിലൂടെ ഇതിലൊരു അവസാന തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിക്കുന്നതിൽ ഇസ്രായേലിനുള്ള വൈദഗ്ധ്യം ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ സഹായകമാകും. അടുത്തതായിട്ട് അതുപോലെ അഗ്രികൾച്ചർ സെക്ടറിലും വലിയ വിപ്ലവമാണ് ലക്ഷ്യമിടുന്നത്. ഇസ്രായേലിന്റെ ഡ്രിപ്പ് ഇറിഗേഷൻ സാങ്കേതിക വിദ്യ കൂടുതൽ ഇന്ത്യൻ കർഷകരിലേക്ക് എത്തിക്കാനും കൃഷിയിൽ AI ഉപയോഗിക്കുന്നതിനെ കുറിച്ചും മോദി ചർച്ചകൾ നടത്തും. ഇന്ത്യയിലെ വരണ്ട പ്രദേശങ്ങളെ പച്ചപ്പിലേക്ക് മാറ്റാൻ ഇസ്രായേൽ മോഡൽ നമുക്ക് മാതൃകയാക്കാം. ഭീകരവാദത്തെ നേരിടുന്ന കാര്യത്തിൽ ഇന്ത്യയും ഇസ്രായേലും ഒരേ തട്ടിലാണ്. സൈബർ സുരക്ഷ മുതൽ രഹസ്യാന്വേഷണം വരെ നീളുന്ന സഹകരണം ഈ യാത്രയോടെ കൂടുതൽ ശക്തമാകും. റീജിയണൽ സെക്യൂരിറ്റി ഉറപ്പാക്കുന്നതിനായി രണ്ട് രാജ്യങ്ങളും ചേർന്ന് പുതിയൊരു സെക്യൂരിറ്റി ഫ്രെയിംവർക്ക് വികസിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പ്രധാനമന്ത്രി മോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിലുള്ള കെമിസ്ട്രി ലോകം പല തവണ കണ്ടതാണ്. ഈ സൗഹൃദം നയതന്ത്ര ചർച്ചകളെ കൂടുതൽ എളുപ്പമാക്കുന്നു. വിദേശ നയത്തിൽ ഇസ്രായേലിനെ ഒരു സ്ട്രാറ്റജിക് അലയായി കാണുന്നതിലൂടെ പശ്ചിമേഷ്യയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് മോദിയുടെ ലക്ഷ്യം. ഈ സന്ദർശനത്തെ അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യയിലെത്തുന്നത് മേഖലയിലെ പവർ ബാലൻസ് മാറ്റുമെന്നതിൽ സംശയമില്ല. എന്നാൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ബാലൻസ്ഡ് അപ്രോച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ മാന്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു ഇസ്രായേൽ യാത്ര വരും ദശാബ്ദങ്ങളിലെ ഇന്ത്യയുടെ വളർച്ചയുടെ വേഗത നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും. അത് ആയുധങ്ങളുടെ കാര്യത്തിലായാലും കൃഷിയുടെ കാര്യത്തിലായാലും ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനുള്ള ചുവടുവയ്പ്പാണ് ഈ സന്ദർശനം. ലോകം വലിയ വെല്ലുവിളികളിലൂടെയും മാറ്റങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നതെങ്കിലും ഓരോ പ്രതിസന്ധിയും പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ദൃഢമായ കൂട്ടുകെട്ടുകൾക്കും വഴിയൊരുക്കുന്നു എന്നത് ആശ്വാസകരമാണ്. അത് അമേരിക്കയുടെ പുതിയ സാമ്പത്തിക പരീക്ഷണങ്ങളായാലും ഇന്ത്യയുടെ തന്ത്രപരമായ നയതന്ത്ര നീക്കങ്ങളായാലും ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് സുരക്ഷിതവും സുസ്ഥിരവുമായ ഒരു ഭാവി തന്നെയാണ്. സാങ്കേതികവിദ്യ മനുഷ്യരാശിയെ സംരക്ഷിക്കാനുള്ള കവചമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനത്തിനായുള്ള ചർച്ചകൾക്കും പ്രാധാന്യമുണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.